ഹലോ, വെൽക്കം. നാറ്റ 2021 സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഹൈലൈറ്റഡ് ഏരിയ ഇൻ ദ ഇമേജ് ഓഫ് ദ താജ് മഹൽ ബിലോ ഇസ് ഗിവൺ എ ഡെക്കറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഫോർ ദ അപ്പർ പാർട്ട് ഓഫ് ദ വാൾ. വാട്ട് ഈസ് ദ ആർക്കിടെക്ചറൽ ടെർമിനോളജി ഫോർ ദ സെയിം? സോ നമ്മൾ കവർ ചെയ്ത ആർക്കിടെക്ചറൽ ടെർമിനോളജീസിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ ഇസ് ഡാഡോ. അല്ലേ, ഡാഡോ എന്ന് പറയുന്നത് സ്കേർട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ടും എന്നാൽ ഒരു വാൾ എടുക്കുമ്പോൾ അതിൻ്റെ ലോവർ ഹാഫിൽ വരുന്ന ആ ഒരു ഓർണമെൻ്റൽ വർക്ക് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് വർക്കാണ് ഡാഡോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ കൈൻഡ് ഓഫ് റൂഫിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ദ സ്ട്രക്ചർ ബിലോ. അപ്പോൾ ഒരു കളക്റ്റീവ് ആർച്ചസിൻ്റെ ഒരു ഇമേജാണ് ഉള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ഒരു കൺസ്ട്രക്ഷൻ, ഈ ടൈപ്പ് റൂഫിങ്ങിന് പറയുന്ന പേരാണ് വോൾട്ട്. സോ ഓപ്ഷൻ ബി. ഇതും ആർക്കിടെക്ചർ ടെർമിനോളജീസിൽ നമ്മൾ കവർ ചെയ്ത പോർഷനാണ്. നെക്സ്റ്റ് ഒരു ടേമും കൂടി: ദ സെറ്റ് ഓഫ് ഇമേജസ് ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ് എ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ എലിമെൻറ്റ് ദാറ്റ് പ്രൊട്രൂഡ്സ് ഫ്രം ദ പ്ലെയിൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് സർഫസ്. വാട്ട് ഈസ് ദ കറക്റ്റ് ടെർമിനോളജി ഫോർ ദിസ് എലിമെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസിൽ ബേ വിൻഡോ, ഹിപ്ഡ് വിൻഡോ, ഡോർമർ വിൻഡോ, ക്ലറസ്റ്ററി വിൻഡോ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി, ഡോർമർ വിൻഡോ. സോ ഡോർമർ വിൻഡോ എസ്പെഷ്യലി നമ്മൾ ആറ്റിക് ഭാഗങ്ങൾ, ഏറ്റവും ടോപ്പിലുള്ള നമ്മളുടെ സ്പേസ്, റൂഫിൻ്റെ ആറ്റിക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അതിൽ പ്രോപ്പർ ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർമർ വിൻഡോസ് കൊടുക്കുന്നത്. എഗെയിൻ നമ്മൾ ആർക്കിടെക്ചറൽ ടെർമിനോളജീസിൽ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഇമേജ് ഓഫ് ദ വെർനാക്കുലർ dwelling given below displays an architecture that is responsive to tropical climate and context. In which tropical country can this type of dwelling be found? Options: Suriname, Indonesia, Ecuador, Jamaica. അപ്പോൾ വെർനാക്കുലർ ഡ്വെല്ലിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, വെർനാക്കുലർ ആർക്കിടെക്ചർ ആ ഒരു ടേം നമ്മൾ പഠിച്ചതാണ് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിലൊക്കെ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ആ ഒരു ക്ലൈമറ്റിനും ചുറ്റിലുള്ള ആ ടോപ്പോഗ്രഫിക്കൊക്കെ ചേരുന്ന രീതിയിലുള്ള ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിനാണ് വെർനാക്കുലർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, ബി, ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ എസ്പെഷ്യലി ട്രോപ്പിക്കൽ ക്ലൈമറ്റുമാണ്, പിന്നെ എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയാസുമാണ്. അപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കും റെസ്പോൺസീവ് ആയിട്ടുള്ള ആർക്കിടെക്ചർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു വെർനാക്കുലർ സ്റ്റൈൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ഒരു ഇമേജിലൂടെ കാണിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഇന്തോനേഷ്യ. Next question: to which cultural aesthetic and landscape do the elements such as tea house, dry landscape garden, treasure tower pagoda, drum bridge, trees, water and rocks attributed? Options: Japanese, Vietnamese, Taiwanese, Mongolian. ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിൽ അഗെയിൻ ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മേലെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടേംസും. Next question: which of the following forts famous for its water management has been nominated and submitted by the Government of India in the year 2020 for its inclusion in World Heritage List? So history of architecture ഗോൾഗണ്ട ഫോർട്ട് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഗോൾഗണ്ട ഫോർട്ടിൽ അക്വിഡക്ട്സ്, അതായത് പൈപ്സ് എല്ലാം അവർ ഡക്റ്റൊക്കെ അത്രയും എനിക്ക് തോന്നുന്നു 1600s ആ ഗോൾഗൊണ്ട ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ. സോ ആ ടൈമിൽ വരെ ഇത്രയും നന്നായിട്ട് ഡിസൈൻ ചെയ്തിരുന്നു അതിൻ്റെ ക്ലേ പൈപ്സ്, അതുപോലെ അക്വിഡക്ട്സ്, പ്രോപ്പർ സ്ട്രോങ് വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം, ഇതെല്ലാം ഡെവലപ്ഡ് ആയിട്ടായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട് അന്ന് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് അത് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ കോൺട്രിബ്യൂട്ട്സ് ഡാഷ് ഓഫ് ദ ടോട്ടൽ റെയിൻ ഇൻ ഇന്ത്യ? 86, 50, 22 and 70%. ഇതായിരുന്നു ഓപ്ഷൻസ്. കറക്റ്റ് ആൻസർ ഇസ് 86%. Which is the oldest monument from the list given below? Qutub Minar, Delhi; Ajanta Ellora Caves; Shore Temple, Mahabalipuram; Humayun's Tomb, Delhi. Again history of architecture cover ചെയ്തതാണ്. Ajanta Ellora Caves ആണ് correct answer. Option B. Identify the tallest building from the set of pictures given below. So from the pictures നമുക്ക് ക്ലിയർ ആണ് അല്ലേ? ഓപ്ഷൻ സി, ബുർജ് ഖലീഫ
ആ ബിൽഡിങ്ങിൻ്റെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ടോളസ്റ്റ് ബിൽഡിംഗ്. നെക്സ്റ്റ്, the visuals of the architectural elements given below belong to which style of architecture in the West? ഇമേജസിൽ കൊടുത്തിരിക്കുന്നത് പോയിൻറ്റഡ് ആർച്ചസ്, റോസ് വിൻഡോസ്, അതുപോലെ ഫ്ലൈയിങ് ബട്രസസ്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ആ ഇമേജസ് നിന്ന് ക്ലിയർ ആവുന്നത്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിൽ കവർ ചെയ്തതാണ്. ഗോത്തിക് സ്റ്റൈലിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്, ഇത്രയും ഫീച്ചേഴ്സൊക്കെ വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Identify the given plan of a classical building, a building which was erected for the purposes of mass scale entertainment. Options are Greek amphitheater, Roman Colosseum, Roman circus, Greek pagoda. So, Greek agora, sorry. Correct answer is option B, Roman Colosseum. സോ ആ കാലത്ത് റോമൻ സ്റ്റൈലിൽ ഏറ്റവും എവിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ആർക്കിടെക്ചർ റോമൻ സ്റ്റൈൽ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു കൊളോസിയം. അത് ഒരു ആംഫി തിയേറ്റർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരുന്നത്. Next question, the given painting belongs to Die Stil, meaning the style, a modern art movement developed in the Netherlands in the early 20th century. The art movement influenced modern architecture as well. Choose the correct interior image that belongs to the particular style, Die Stil. അപ്പോൾ Die Stil മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗിവൻ പെയിൻറ്റിങ് അവർ കാണിച്ചിട്ടുണ്ട്. ആ പെയിൻറ്റിങ്ങിൽ നോക്കിയാൽ അറിയാം, വൈറ്റ് പാനൽസ്, ഡിഫറെൻറ്റ് സൈസിലുള്ള പാനൽസ്, അതിന് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് യെല്ലോ, ബ്ലൂ ആൻഡ് റെഡ് പാനൽസ് വളരെ ചെറിയ എമൗണ്ടിൽ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. അതേ ഒരു ഫീച്ചർ അതുപോലെ എടുത്തിട്ടുള്ളത് ഇൻറ്റീരിയേഴ്സിലേക്ക് ചെയ്തിട്ടുള്ളതാണ് ഓപ്ഷൻ ബി. സോ ഇൻറ്റീരിയർ ഇമേജസ് കമ്പയർ ചെയ്താൽ തന്നെ നമുക്കറിയാം കൂടുതൽ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിൽ ഇൻറ്റീരിയർ ഇമേജിൽ. ആകെ ആ ഫ്ലോറിങ്ങിലുള്ള ആ ബ്രൈറ്റ് റെഡ്, അതുപോലെ അവിടെ കിടക്കുന്ന ആ ഫർണിച്ചർ അല്ലേ ബ്ലൂ കളറിൽ ആ ചെയർ, അതും കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് കളർ സ്കീം ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ കറൻറ്റ് ഗൂഗിൾ ലോഗോ ഡിസൈൻ. ഇത് നമ്മൾ എല്ലാ ദിവസവും അല്ലേ ഗൂഗിൾ തുറക്കാത്ത ആരുമില്ല ഗൂഗിൾ സെർച്ചിനായിട്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അത് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നമ്മൾ ലോഗോ ഡിസൈൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫേമസ് ലോഗോസിലൊക്കെ വരുന്ന ഒരു ഭാഗമാണ് ഗൂഗിളിൻ്റെ ആ ഒരു ലോഗോ വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ ഡിഫറെൻറ്റ് ബ്രാൻഡ് ലോഗോസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഓഡ് ബ്രാൻഡ് ഔട്ട്. അപ്പം എ ബി സി ഡി 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് അത് മോട്ടോറോളോയുടെ ലോഗോ ആണ്. ബാക്കിയെല്ലാം ഫുഡ് റിലേറ്റഡ് ബ്രാൻഡ്സിൻ്റെ ലോഗോസാണ്. മാഗി, മക്ഡൊണാൾഡ്സ്, M&M. Then, the given images below are single line sketches of various cities in the world depicting their famous landmarks. Identify which is the appropriate skyline of Sydney in Australia. അപ്പോൾ എ, ബി, സി ആൻഡ് ഡി ഇത് ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സ്കൈ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിറ്റി വ്യൂ എടുക്കുകയാണെങ്കിൽ, സിറ്റി സ്കേപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാർജിൻസ് മാത്രം കാണിച്ചിട്ടുള്ള അങ്ങനെ ഒരു ഇമേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്കൈ ലൈൻ സ്റ്റഡി എന്തൊക്കെ ബിൽഡിങ്സ് അവിടെ വരുന്നു എന്നുള്ള ഒരു ഐഡിയ വേണം ഓരോ സിറ്റീസിൻ്റെയും. അപ്പം കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് മനസ്സിലാക്കാം. വാട്ട് ഡസ് ദ ഡയഗ്രാം ഗിവൺ ബിലോ റെപ്രസെൻറ്റ്? സോ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഗോൾഡൻ സ്പൈറൽ എന്നൊക്കെ നമുക്ക് പറയാം. ഗോൾഡൻ സ്പൈറൽ, ഗോൾഡൻ റേഷ്യോ, ഗോൾഡൻ പ്രപ്പോർഷൻ അതിലൊക്കെ എപ്പോഴും കാണിക്കുന്ന ഒരു ഇമേജാണിത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫിബോനാക്കി സീരീസുമായിട്ട് വളരെ അടുത്ത് കണക്ഷനുള്ള ഒരു ഇമേജ് തന്നെയാണ്. അപ്പം തന്ന ഓപ്ഷൻസിൽ ഗോൾഡൻ റേഷ്യോ, ഫിബോനാക്കി സീരീസ് ഇത് രണ്ടും നമുക്കിതിൻ്റെ ഈ ഒരു ഡയഗ്രത്തിൽ ബാധകമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ഫിബോനാക്കി സീരീസാണ് കറക്റ്റ് ആൻസർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ബ്രാൻഡ് ലോഗോസ് ഈസ് ദ ഓഡ് വൺ ഔട്ട്? ഓപ്ഷൻ സി. അതും ഭയങ്കര എവിഡൻ്റ് ആണ്. എ, ബി ആൻഡ് ഡി ഫേമസ് ആയിട്ടുള്ള കാർസിൻ്റെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ലോഗോസാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ പാൻടോൺ കളർ ഓഫ് ദ ഇയർ 2021 ഫ്രം ദ ഗിവൺ പാലറ്റ് ബിലോ. എ, ബി, സി, ഡി 4 ഓപ്ഷൻസ് ഉണ്ട്. 2021 പാൻടോൺ കളർ ഓപ്ഷൻ ബി ആയിരുന്നു, അൾട്ടിമേറ്റ് ഗ്രേ പ്ലസ് ഇല്യൂമിനേറ്റിംഗ് യെല്ലോ. സോ പാൻടോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു
പ്രിൻറ്റിംഗ് കമ്പനി എല്ലാ ഇയറും ഒരു കളർ അനൗൺസ് ചെയ്യാറുണ്ട്. ഇയർ എൻഡിൽ ഡിസംബറിലായിട്ട് അവർ അനൗൺസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കളറാണ് പിന്നീട് ഗ്രാഫിക് ഡിസൈനേഴ്സും ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ഈവൻ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ ആ കളേഴ്സാണ് പിന്നീട് ആ ഒരു ഇയറിൽ എല്ലാവരും കളർ ഓഫ് ദി ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യാറ് എല്ലാ ഡിസൈനിലും. സോ ഇത്രയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.